കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെടുക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വരണം. അപ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് ബീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും, നല്ല ക്രീമി ആയിട്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. അതും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പിന്നെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അളവുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ നോക്കുക. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നും വരാത്ത രീതിയിൽ നല്ലപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ വേണമെന്നുള്ളത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കേട്ടോ. നമുക്കിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ മുറിഞ്ഞു പോവാതെ വീഴണം. ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ കയ്യിലുള്ളവർ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തോളൂ. അതിന് നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ടീ കേക്കാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലായിട്ട് കുറച്ചധികം ചോക്കോ ചിപ്സ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇവിടെ മോനിക്ക് ചോക്ലേറ്റ് ചിപ്സ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഓൾറെഡി ഒരു പാന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇതിന് ഏകദേശം ഒരു 30 to 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് അപ്പം തന്നെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് എന്നുള്ളത്. കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാനും അടിപൊളിയാണ്. അല്ലാതെ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.